11-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ ഐശ്വര്യവും സമ്പത്തും നീതിമാന്റെ വീട്ടിൽ ഉണ്ടാകുമെന്ന് എഴുതിയിരിക്കുന്നു. വിശ്വസിക്കാം, നമുക്കും ഐശ്വര്യവും സമ്പത്തിനാലും നിറയാം. ഐശ്വര്യവും സമ്പത്തും എന്റെ കൂടാരത്തിൽ, ഐശ്വര്യവും സമ്പത്തും എന്റെ കൂടാരത്തിൽ. ഐശ്വര്യവും സമ്പത്തും എന്റെ കൂടാരത്തിൽ, ഐശ്വര്യവും സമ്പത്തും എന്റെ കൂടാരത്തിൽ. ദുർവർത്തമാനം എന്നെ ഭയപ്പെടുത്തുകയില്ല, ദുർവർത്തമാനം എന്നെ ഭയപ്പെടുത്തുകയില്ല. എന്റെ ഹൃദയം യേശുവിലെന്നും ആശ്രയിച്ചുറച്ചിരിക്കും, എന്റെ ഹൃദയം യേശുവിലെന്നും ആശ്രയിച്ചുറച്ചിരിക്കും. ഐശ്വര്യവും സമ്പത്തും എന്റെ കൂടാരത്തിൽ, ഐശ്വര്യവും സമ്പത്തും എന്റെ കൂടാരത്തിൽ. കർത്താവിൻ്റെ വന്ദിനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് നമ്മുടെ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് 2 പേരാണ്. ഒന്ന് പാലക്കാട് നിന്ന് നിത്യയാണ്. നിത്യ പറയുന്നത് 10 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളുണ്ടാകാൻ ഒത്തിരി ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തു. എന്നാൽ കർത്താവിൻ്റെ കൃപ തങ്ങളുടെ ലൈഫിൽ ഒരു അത്ഭുതം ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത്. നമുക്ക് ഒരു നിമിഷം നിത്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, നിങ്ങൾ നിത്യ അനുഗ്രഹിക്കുന്ന അപ്പാ, നിത്യയുടെ ലൈഫിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ അപ്പാ. അസാധ്യമെന്ന് പറയുന്നിടത്ത് അപ്പാ അവിടുത്തെ കരം ചിലതിനെ ഉളവാക്കട്ടെ അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ നിത്യം ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഫാമിലിയെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു, ഫാമിലിയെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവെ, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ആ ദൈവത്തിൻ്റെ പ്രവൃത്തി അപ്പാ നിത്യയുടെ ലൈഫിൽ ഉണ്ടാകട്ടെ അപ്പാ. അത് വെളിപ്പെടട്ടെ അപ്പാ. അപ്പോൾ ഈ കുടുംബം അനുഗ്രഹത്തോടെ, ദൈവിക സമൃദ്ധിയോടെ, ദൈവിക നന്മയിൽ, ദൈവിക സന്തോഷത്തിലൊക്കെ ആയിരിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പോൾ ആ കർത്താവിനെ അനുഭവിക്കട്ടെ അപ്പാ. ഓരോ പ്രവൃത്തിയിലും കർത്താവെ, ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങളിലും അപ്പോൾ ഈ കുടുംബം കർത്താവിനെ അനുഭവിക്കട്ടെ അപ്പാ. ഈ കുടുംബം കർത്താവിനെ അനുഭവിക്കട്ടെ അപ്പാ. ശാരീരികമായ സൗഖ്യത്തിലേക്ക് വരട്ടെ അപ്പാ. ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു കർത്താവെ. ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നപ്പാ. താങ്ക് യു ജീസസ്. കർത്താവെ, നിത്യയുടെ മേൽ, ഈ കുടുംബത്തിന് മേൽ പകർന്ന അവിടുത്തെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. എന്നാൽ അതോടൊപ്പം തന്നെ ഒരു പാർട്ട്ണർഷിപ്പും കൂടെ ഉണ്ട്. തിരുവല്ലയിൽ നിന്നും വർഗീസ് ആൻഡ് അന്നമ്മയാണ് ഈ ഫാമിലി നമ്മളോട് പ്രാർത്ഥിക്കാൻ പറയുന്നത്. മൂത്ത മകൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടാനാണ്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് മൂത്ത മകനായി പ്രാർത്ഥിക്കുന്നു. ആ മകൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം കർത്താവെ. അപ്പോൾ നാളുകളായി ഈ വിഷയത്തിന് വേണ്ടി ഇവർ പ്രാർത്ഥിക്കുന്നതാണ്. അതിന്മേൽ ദൈവത്തിൻ്റെ കൃപ ചലിക്കണം അപ്പാ. ദൈവത്തെ കുടുംബം അനുഭവിക്കട്ടെ അപ്പോൾ ഈ മക്കൾ അനുഭവിക്കട്ടെ. അവരുടെ ജീവിതത്തിൽ ദൈവത്തെ അനുഭവിക്കട്ടെ അപ്പാ. ദൈവത്തെ അനുഭവിക്കട്ടെ അപ്പാ. കർത്താവെ, സാധ്യമല്ല എന്ന് പറഞ്ഞ കാര്യങ്ങളുടെ മേൽ കൃപ ചലിക്കട്ടെ. വിവാഹം നടക്കട്ടെ, നന്മകളുണ്ടാകട്ടെ. ആ മോൻ്റെ ലൈഫിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ഉണ്ടാകട്ടെ. ഇളയ മോനായി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവത്തിൻ്റെ ക്രിയ ആ മോൻ്റെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഭാവി അനുഗ്രഹിക്കപ്പെടട്ടെ. ജോലി ഉണ്ടാകട്ടെ, നന്മകളുണ്ടാകട്ടെ. ഈ സിസ്റ്റർ അനുഗ്രഹത്തോടായിരിക്കട്ടെ അപ്പാ. എല്ലാ ശാരീരിക പ്രയാസങ്ങളും മാറിപ്പോകട്ടെ അപ്പാ. കർത്താവെ, ഇബ്രാഹിനായി സ്തോത്രം ചെയ്യുന്നു. വാഹനം ഓടിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങളെല്ലാം മാറട്ടെ അപ്പാ. നന്നായി വാഹനം ഓടിക്കാൻ കഴിയട്ടെ അപ്പാ. ആരോഗ്യത്തെ കൊടുത്തതിനായി നന്ദി. ദൈവത്തിൻ്റെ ക്രിയയെ അപ്പാ ഈ വീട്ടിൽ അവിടുന്ന് ചെയ്തതിനായി സ്തോത്രം അപ്പാ. അവിടുത്തെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ മഹത്വം ഈ വീട്ടിൽ ചലിക്കട്ടെ. ദൈവത്തിൻ്റെ മഹത്വം ഈ വീട്ടിൽ ചലിക്കട്ടെ അപ്പാ. പ്രാർത്ഥന കേൾക്കും യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമീൻ. ഇന്നത്തെ ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്ത ഈ കുടുംബങ്ങളോടുള്ള നന്ദി അറിയിക്കുകയാണ്.
ക്രിസ്തുവിലായിരിക്കുന്ന ഓരോ വ്യക്തികളെക്കുറിച്ചും ദൈവത്തിന് വലിയൊരു ഉദ്ദേശമുണ്ട്. അതെന്താണ്? നന്മയിൽ അല്ലെങ്കിൽ ഉന്നതമായ ഒരു ജീവിത നിലവാരം നമ്മളിൽ ഉണ്ടാകണമെന്നതാണ്. പക്ഷേ ഉന്നതമായൊരു ജീവിത നിലവാരം എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും അത് ദൈവം തരുമോ എന്ന് ചിന്തിക്കുന്നവരാണ്. അത്രത്തോളം ദൈവം നമുക്ക് തരുമോ? എന്തെങ്കിലും വേദനയും കൂടെ കർത്താവ് ചേർക്കത്തില്ലേ? ഇതാണ് പലരും ചിന്തിക്കുന്നത്. എന്നാൽ ദൈവജനം നോക്കിയാൽ നമുക്കൊരു കാര്യം കാണാനായി കഴിയും. അപ്പൻ തന്നെ മക്കളെ സ്നേഹിക്കുന്നതിനേക്കാൾ ഉപരിയായി സ്വർഗം നമ്മളെ സ്നേഹിക്കുന്നു എന്നത്. അങ്ങനെയുള്ള സ്വർഗം നമുക്ക് വേണ്ടി വച്ചിരിക്കുന്ന നന്മയെ നമ്മൾ അനുഭവിക്കാൻ കഴിയാതെ വണ്ണം നിഷേധിക്കുന്ന സ്ഥിതിയിലാണ് ആയിരിക്കുന്നത്. അത് ശരിയായ വിധത്തിൽ ദൈവജനത്തിൽ നിന്നുള്ള അറിവില്ലാത്തത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും അങ്ങനെ ആയിരിക്കുന്നത്. എന്നാൽ ക്രിസ്തുവിലായിരിക്കുന്ന ഓരോ വ്യക്തിയെക്കുറിച്ചും ദൈവത്തിൻ്റെ ഇഷ്ടം എന്ന് പറയുന്നത് നീ എത്രത്തോളം ആ ദൈവജനത്തിൻ്റെ ബോധ്യങ്ങളിലാകുന്നോ അത്രത്തോളം ആ ഹയർ ലൈഫിനെ എക്സ്പീരിയൻസ് ചെയ്യും. അത് നമ്മുടെ ലൈഫിൽ മാനിഫെസ്റ്റഡ് ആകും. ഇന്നത്തെ മെസ്സേജ് കേൾക്കുമ്പോൾ ആ അനുഭവത്തിൽ ഓരോ കുടുംബങ്ങളുമായി തീരട്ടെ, ഓരോ വ്യക്തികളുമായി തീരട്ടെ. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. The word of God delivered to you, ദൈവവചനം നിങ്ങളോട് പറയുന്നത് your inheritance in Christ. നിങ്ങൾക്ക് ക്രിസ്തുവിലുള്ള അവകാശങ്ങളെ കുറിച്ചാണ്. The word of God delivered to you, ഇത് വചനം നിങ്ങളോട് പറയുന്നത് your inheritance Christ Jesus. യേശു ക്രിസ്തുവിലുള്ള നിങ്ങളുടെ അവകാശങ്ങളെ കുറിച്ചാണ്. I have an exceptional life എനിക്ക് അസാധാരണമായ ഒരു ജീവിതമുണ്ട്. because I am living in the higher realm of existence. ഞാൻ ഉന്നത ജീവിത നിലവാരത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. ദൈവം എന്നെ ഉന്നത നിലവാരത്തിൽ ജീവിക്കാൻ വേണ്ടി മരിച്ചതുകൊണ്ട് ഞാൻ അത്ഭുതപൂർവമായി ജീവിക്കും. What a beautiful understanding. I have been brought into the realm of existence. ഞാൻ ഉന്നതമായ ജീവിത മണ്ഡലത്തിലാണ് എന്നെ ദൈവമാക്കി വെച്ചിരിക്കുന്നത്. Realm of existence. ഉന്നത ജീവിത രീതിയിലുള്ള മണ്ഡലത്തിൽ ഞാൻ ഒരിക്കലും താഴോട്ട് പോകത്തില്ല, ഞാൻ ഒരിക്കലും തകർന്നു പോകത്തില്ല. God given me the life of excellence. അസാധാരണമായ ജീവിതത്തിലാണ് ദൈവം എന്നെ ആക്കി വെച്ചിരിക്കുന്നത്. Say with me, higher realm of existence. എന്നോടൊപ്പം പറഞ്ഞാൽ ഉന്നതമായ ജീവിത രീതി. I will live in the realm of existence. ഞാൻ ഉന്നതമായ ജീവിത രീതിയിൽ ജീവിക്കുവാനിടയാകും. Live in exceptional life. അസാധാരണമായ ജീവിതത്തിൽ ഞാൻ ജീവിക്കും. ഓർക്ക പറയണേ, exceptional life. അസാധാരണമായ ജീവിതത്തിൽ ഞാൻ ജീവിക്കും. I live a life of glory, with a life of glory. ഞാൻ മഹത്വത്തിന്റെ ജീവനും കൊണ്ട് ഞാൻ നടക്കുവാനിടയാകും. Life of excellence. മികച്ചതായ ജീവിത രീതി. Life of honor. ബഹുമാനത്തോടുള്ള ജീവിത രീതി. കാരണം the excellent spirit is upon me. കാരണം അസാധാരണമായ ജീവൻ ആത്മാവ് എൻ്റെ കൂടെ ഉണ്ട്. Exceptional life because of excellent spirit. അസാധാരണ ജീവിതം excellence ആയ സ്പിരിറ്റ് നിമിത്തം. അടുത്ത വാക്ക്, the cross give us exceptional life. Restoration give us extraordinary and exceptional life. ക്രൂശ് എനിക്ക് അസാധാരണമായ ജീവിതം തരുവാനിടയായി. പുനഃസ്ഥാപനം എനിക്ക് അസാധാരണമായ ജീവിതവും മികച്ചതുമായ ജീവിതം എനിക്ക് തരുവാനിടയായി. How many of you understood? എത്ര പേർ പുനഃസ്ഥാപിക്കപ്പെട്ടു? When God restored, ദൈവം പുനഃസ്ഥാപിച്ചപ്പോൾ he restored into a higher realm of existence. നിന്നെ ഉന്നതമായ ജീവിത നിലവാരത്തിലാണ് അവൻ നിന്നെ പുനഃസ്ഥാപിച്ചത്. നീ താഴോട്ട് വന്ന് ചിന്തിക്കല്ലേ, ഞാനൊരു സാധാരണക്കാരനാന്ന് പറയല്ലേ. സാധാരണക്കാരനാ അവൻ കർത്താവിന് തൻ്റെ മോനെ ഇങ്ങോട്ട് അയക്കണ്ട. നീ അസാധാരണക്കാരനാകാനാ സ്വന്തം പുത്രനെ തന്നത്. ദൈവം നിന്നെ മഹത്വമുള്ള ഫിനാൻഷ്യലിലേക്ക് കയറ്റുകയാണ്. ദൈവം നിന്നെ മഹത്വമുള്ള സൗഖ്യങ്ങളിലേക്ക് കയറ്റുകയാണ്. ദൈവം നിന്നെ മഹത്വമുള്ള ഫിസിക്കലായ അനുഗ്രഹങ്ങളിലേക്ക് കയറ്റുകയാണ്. നിങ്ങൾ എത്ര പേരത് വിശ്വസിക്കുന്നുണ്ടോ? ഈ വർഷം, ഈ മാസം മുതൽ നിങ്ങൾ കാണാൻ പോകുന്നത് മഹത്വമുള്ള ഫിനാൻസ് ആണ്, മഹത്വമുള്ള ഹീലിംഗ്സ് ആണ്, മഹത്വമുള്ള ഫാമിലിയാണ്, മഹത്വമുള്ള ഫിസിക്കൽ ബ്ലെസ്സിങ്സ് ആണ്.
your water get into wine, transferred to wine. നിങ്ങളുടെ വെള്ളം വീഞ്ഞാകാൻ പോകുകയാണ്. Do you know the life of God is in me? നമുക്കറിയാം ദൈവത്തിന്റെ ജീവൻ എന്റെ ഉള്ളിലുണ്ട്. Wherever I go, I transmit and transfer the life to all the world. ഞാൻ എവിടെ പോയാലും മറ്റുള്ളവരിലേക്ക് ആ ജീവനെ പകരുവാനിടയാകും. Transmit and transfer the life of God. ഞാൻ ജീവൻ മറ്റുള്ളവരിലേക്ക് പകരുവാനിടയാകും. If it is true, അത് ശരിയാണെങ്കിൽ wherever I go, ഞാൻ എവിടെ പോയാലും I share, I transmit or transfer the exceptional life to the world. ഞാൻ എവിടെ പോയാലും മറ്റുള്ളവരിലേക്ക് അസാധാരണമായ ജീവിതം പകർന്നു കൊടുക്കുവാനിടയാകും. ഒന്ന് ശബ്ദം ഉണ്ടാക്കിക്കേ. Say with me, I refuse to live an ordinary life. ഞാൻ സാധാരണമായി ജീവിക്കുന്നത് ഞാൻ നിരാകരിക്കുന്നു. ഒന്നുകൂടെ പറ. I refuse to live an ordinary life. ഞാൻ സാധാരണ ജീവിതം ജീവിക്കാൻ നിരാകരിക്കുന്നു. Because I am the God kind. കാരണം ഞാൻ ക്രിസ്തുവിനെ പോലിരിക്കുന്നവൻ. I'm God kind. ഞാൻ ക്രിസ്തുവിനെ പോലിരിക്കുന്നവൻ. God kind. ഞാൻ ക്രിസ്തുവിനെ പോലിരിക്കുന്നവൻ. I am the God's best. ഞാൻ ദൈവത്തിന്റെ നല്ലത്. You are the God kind. നീ ദൈവത്തെ പോലിരിക്കുന്നവനാണ്. കൈൻഡിന് എന്ത് പറയുന്നേ? അങ്ങനെ തന്നെയല്ലേ? You are the God kind. You are the God's best. ദൈവത്തിന്റെ നല്ലത്. You are God kind. നീ ദൈവത്തിൻ്റെത് പോലുള്ളത്, ദൈവത്തെ പോലുള്ളത്. You are God kind. നീ ദൈവത്തെ പോലുള്ളവനാണ്. You are God kind. നീ ദൈവത്തെ പോലുള്ളവൻ. ആരും നേരത്തിനോടൊന്ന് കൂടെ പറഞ്ഞേ, I am God's kind. ഞാൻ ദൈവത്തിനെ പോലുള്ളവൻ. ജോയ്ഫുൾ കാര്യമല്ലേ? ദൈവം ദൈവത്തിൻ്റെത് പോലുള്ളവളെ ഉണ്ടാക്കാൻ വേണ്ടിയാ കാൽവറി മരിച്ചേ. പക്ഷെ നമ്മൾ പറയുന്നത് ഞാൻ ഇനി സാധാരണ ജീവിതം നയിക്കത്തുള്ളൂ. ഒരു നോബിൾ ക്രിസ്ത്യൻ ലൈഫ്, നോബിൾ ക്രിസ്ത്യൻ ലൈഫ്, ഭക്തിപൂർവമായ സാധാരണ ജീവിതം. ഭക്തി വേണ്ടെന്നാണോ പറഞ്ഞേ? ഭക്തിയുള്ള അസാധാരണ ജീവിതം. Are you excited? You know, when God spoke to me, you have been brought into the higher realm of existence. I started to think, what? That gives you an exceptional life. What? Because I have a higher calling. Yeah, I have a higher calling. എനിക്ക് ദൈവം എന്നോട് പറഞ്ഞ് ഒരു അസാധാരണമായ ഉന്നത നിലവാരമുള്ള ജീവിത രീതിയിലേക്കാണ് വിളിക്കപ്പെട്ടതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചു, എന്താ അത്? നീ അസാധാരണമായ ഒരു ജീവിത രീതിയിലേക്കാണ് വിളിക്കപ്പെട്ടതെന്ന് പറഞ്ഞു. എന്താ അത്? നിന്നെ വിളിച്ചിരിക്കുന്നത് ഒരു ഉന്നത വിളിയാണെന്ന് പറയുന്ന വിളിയിലേക്കാണ് ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. അടിപൊളിയോട്ടോ. എനിക്ക് കറക്റ്റാ വായല്ല നീ പറഞ്ഞത്. When I touch him, I felt something goes upon him. Amen. Amen. Jesus. I challenge you, from today you will live an extraordinary life. ഞാൻ വെല്ലുവിളിക്കുകയാണ്, ഇന്ന് മുതൽ നിങ്ങൾ അസാധാരണ ഒരു ജീവിത രീതിയിലേക്ക് നിങ്ങൾ ജീവിക്കാൻ പോകുകയാണ്. Hallelujah. Physical glory, financial glory, healing glory, material glory, all things that follows you. സാമ്പത്തിക മഹത്വം, ഫിസിക്കലായ ഗ്ലോറി, എല്ലാ ഗ്ലോറിയും നിന്നെ പിന്തുടരുവാനിടയാകും. Father, I release now. ഞാൻ ഇപ്പോൾ അതിനെ തുറന്നു വിടുകയാണ്. Lord, I release now. ഞാൻ അതിനെ തുറക്കുകയാണ്. From today, ഇന്ന് മുതൽ these families ഈ കുടുംബം enjoy your financial glory നിന്റെ സാമ്പത്തിക മഹത്വം ഇന്ന് മുതൽ അവർ അനുഭവിക്കാനിടയാകട്ടെ. and the healing glory. അവർ രോഗത്തിന്റെ മഹത്വം അനുഭവിക്കാനിടയാകട്ടെ. രോഗത്തിന്റെ മഹത്വം അനുഭവിക്കട്ടെ. Lord, I command all evils to come out in the name of Jesus. എല്ലാ ദുരാത്മ ശക്തികളെയും നസറേയനായ യേശുവിൻ നാമത്തിൽ പുറത്തു വരുവാൻ കൽപ്പിക്കുന്നു. I can see the demons are leaving out of your families. എനിക്ക് കാണാനായി സാധിക്കും ദുരാത്മ ശക്തികൾ നിങ്ങളുടെ കുടുംബത്തെ വിട്ടുപോകുന്നു. There is a deliverance happening in your families. ഒരു വിടുതൽ നിന്റെ കുടുംബത്തിൽ സംഭവിക്കുകയാണ്. Those who are listening to me, they are receiving a deliverance now. എന്നെ ശ്രദ്ധിക്കുന്ന ആരൊക്കെയുണ്ട് അവരിപ്പോൾ ഒരു വിടുതൽ പ്രാപിക്കുകയാണ്.
Because of the witchcraft, somebody facing some issue, financial issues. സാമ്പത്തിക ബുദ്ധിമുട്ട് മന്ത്രവാദം കാരണം ഉണ്ടായിരിക്കുന്നവർ. Because of sorceries, some people are facing so many issues in the finance. മന്ത്രവാദം കാരണം ചില ആൾക്കാർ ഒത്തിരി ബുദ്ധിമുട്ടുകൾ But I അനുഭവിക്കുന്നു. challenge you, now is breaking down. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഇപ്പോൾ അത് പൊട്ടിപ്പോകുകയാണ്. Now the evil spirits are coming out now in Jesus' name. ഇതാ ഇരുട്ടിന്റെ ശക്തികൾ ഓരോന്നായി പുറത്തു വരികയാണ്. Because of the witchcraft. പൈശാചിക പ്രവൃത്തി കാരണം. Some people are facing issues in the financial business, in every area of your business. മന്ത്രവാദം കാരണം ചില ആൾക്കാർ തന്റെ ബിസിനസിന്റെ പല ഭാഗങ്ങളിൽ ഇതാ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു. Lord, use his wrath to break down the evil now. ദൈവം Amen. തന്നെ കരങ്ങളെടുത്ത് അതിനെ ഉടച്ചു കളയുകയാണ്. Yes, now. അതിനെ ഉടച്ചു കളയുകയാണ്. Hallelujah. He break the head of the snake now. അത് പാമ്പിന്റെ ശക്തികളെ അവ ഉടച്ചു കളയുന്നു. No. ഇപ്പോൾ Instead of failing, you will see increase. നീ കുറവിന് പകരം വർധനവ് കാണാനായി പോകുന്നു. Instead of shame, you will see double portions. നീ നാണത്തിന് പകരം ഇരട്ടിയായി നീ അഭിമാനം. This is the day you are receiving double portions. ഇപ്പോൾ നീ ഇരട്ടി പ്രാപിക്കുന്ന ദിവസമാണ്. Oh, he is multiplying to you. അത് ഇരട്ടിയായി വർദ്ധിക്കുന്നു. His blessing is come back to you. നിന്റെ അനുഗ്രഹം നിന്നിലേക്ക് മടങ്ങി വരുന്നു. Where you lose, there you going to gain. നീ എവിടെയാണോ നഷ്ടമായി പോയത് അവിടെ നീ പ്രാപിക്കാൻ പോകുകയാണ്. ഇപ്പോൾ Supernatural increase. അസാധാരണമായ ഒരു വർധനവ്. Supernatural increase. അസാധാരണമായ ഒരു വർധനവ്. In your business. നിന്റെ ബിസിനസ്സിൽ. In your joy. നിന്റെ ജോബില്. In your joy. നിന്റെ സന്തോഷത്തിൽ. In your business finance. നിന്റെ ഫിനാൻസില്. In your churches. നിന്റെ സഭയില്. Supernatural increase. അസാധാരണമായ വർധനവ്. Rathalakaba. Rathalakaba. Hallelujah. Your wallet is not going to be empty. നിന്റെ ബാലൻസ് ഇനി തീർന്നു പോകത്തില്ല. You get into another level of financial blessings. നീ അടുത്തൊരു സാമ്പത്തിക നിലവാരത്തിലേക്ക് കയറുകയാണ്. Your health is going to you manifest the restoration. നിന്റെ ആരോഗ്യം ഇതാ മാനിഫെസ്റ്റ് ആകാൻ വെളിപ്പെട്ടു വരാനായി പോകുന്നു. Thank you, Holy Spirit. നന്ദി പരിശുദ്ധാത്മാവേ. This is your day. ഇന്ന് നിന്റെ പകൽക്കാലമാണ്. Go with this glory. ഈ മഹത്വമായി പോയാട്ടെ. Go with the financial glory. ഈ സാമ്പത്തിക മഹത്വമായി പോയാട്ടെ. I guarantee you, wherever you touch from this day, you will see the manifestation of the financial glory. ഞാൻ ഉറപ്പോടെ നിന്റെ അടുത്ത് പറയുകയാണ്, നീ എവിടെ തൊട്ടാലോ ദൈവത്തിന്റെ മഹത്വം നീ അനുഭവിക്കാനായി പോകുന്നു. Thank you, Holy Spirit. നന്ദി We പരിശുദ്ധാത്മാവേ. bless you, Lord. ഞങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. Lord, we bless you, Lord. ഞങ്ങൾ നിന്നെ അനുഗ്രഹിക്കുന്നു. We lift your name, Lord. നിന്റെ നാമത്തെ ഉയർത്തുന്നു. Thank you for the word. ഈ വചനത്തിന് നന്ദി. Thank you for the healings and deliverance. ഈ രോഗസൗഖ്യത്തിനും വിടുതലിനും നന്ദി കർത്താവേ. We know you work among us, Lord. നീ ഞങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച് ഞങ്ങൾ അറിയാം കർത്താവേ. Thank you for your work. നീ പ്രവർത്തിച്ചതിന് നന്ദി. Whatever you begin, we know it is going to finish according to your glory. നീ ആരംഭിച്ചതെല്ലാം നിന്റെ മഹത്വത്തിനനുസരിച്ച് അതിനെ പൂർത്തിയാക്കും ഞങ്ങൾ So we are വിശ്വസിക്കുന്നു. going to see more glory, Lord. ഞങ്ങൾ അതുകൊണ്ട് തന്നെ വലിയ മഹത്വം കാണാനായി പോകുന്നു. Thank you in Jesus' name. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് അതിനാണെന്ന് ഒരു വ്യക്തി മനസ്സിലാക്കുമ്പോൾ അയാളുടെ ജോലിയിൽ, ബിസിനസ്സിൽ, തൻ്റെ ജീവിതത്തിലായിരിക്കുന്ന ഓരോ സാഹചര്യങ്ങളിൽ, തൻ്റെ സന്തോഷത്തിൽ, സമാധാനത്തിൽ, കുടുംബജീവിതത്തിൽ എല്ലാത്തിലും ആ വർധനം അനുഭവിക്കും. എല്ലായിടത്തും ആ ദൈവത്തിൻ്റെ പ്രവൃത്തി അനുഭവിക്കും. എല്ലായിടത്തും ആ ഉന്നത നിലവാരം അനുഭവിക്കും. ഹല്ലേലൂയ. ആ മാനിഫെസ്റ്റേഷൻ ഓരോ മേഖലയിലും ഉണ്ടാകട്ടെ. ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും അതുണ്ടാകട്ടെ. ഓരോ ഇടങ്ങളിലും അതുണ്ടാകട്ടെ. നിങ്ങളൊരു അനുഗ്രഹമാണ്. അനേകായിരങ്ങൾക്ക് നിങ്ങളൊരു അനുഗ്രഹമാണ്. കർത്താവിൻ്റെ കൃപയിൽ നമുക്കായിരിക്കാം. നമുക്കിനി ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം. സാക്ഷ്യം പറയാനായിട്ട് നമ്മുടെ മുമ്പിൽ കടന്നു വന്നിരിക്കുന്നത് തൃശ്ശൂരിൽ നിന്നും പരമേശ്വരൻ ബ്രദറാണ്. ബ്രദറെ പറയാമോ എന്താണ് കർത്താവ് ബ്രദറിൻ്റെ ജീവിതത്തിൽ ചെയ്തതെന്ന്? 2020 ഞാൻ ഓൺലൈൻ സ്പോൺസർ ചെയ്തിരുന്നു. ഓക്കെ.
അപ്പോൾ ബ്രദർ എൻ്റെ അടുത്ത് പറഞ്ഞു, ബ്രദറിൻ്റെ 2 കാര്യങ്ങൾ ഞാൻ ഓൺലൈനിൽ പറഞ്ഞിരുന്നു. ഒന്ന്, എനിക്ക് നടുവേദനയാണ്, 10-12 വർഷമായിട്ട് നടുവേദന മാറുന്നില്ല, ഒരുപാട് മരുന്ന് കഴിച്ചും മാറിയില്ല. പിന്നെ ഒന്ന്, എൻ്റെ മകളുടെ കല്യാണം. അപ്പോൾ ബ്രദർ എനിക്ക് ദൂത് പറഞ്ഞു, ബ്രദറിൻ്റെ നടുവേദന പൂർണ്ണമായും മാറും, മാറുന്ന ടൈമിൽ ഇവിടെ ഒന്ന് സാക്ഷ്യം പറയണം. 2020 നമ്മുടെ ഓൺലൈൻ പ്രോഗ്രാം നടക്കുന്ന സമയത്ത്, ജീസസ് ടൈമും അതുപോലെ മിറക്കിൾസ് ആൻഡ് നോർമലും നടക്കുന്ന സമയത്താണ് പരമേശ്വരൻ ബ്രദർ നമ്മളെ കോൺടാക്ട് ചെയ്തത്. എന്നാൽ ജോൺ ബ്രദർ എന്താണ് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞത്? നടുവേദന പൂർണ്ണമായി മാറുമെന്ന് പറഞ്ഞു. ജോൺ ബ്രദർ പറഞ്ഞു നടുവേദന പൂർണ്ണമായി മാറും, മാറിയതിന് ശേഷം വന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. എത്ര വർഷമായിട്ട് ബ്രദറിന് നടുവേദന ഉണ്ടായിരുന്നു? 12 വർഷമായിട്ട് നടുവേദന ഉണ്ടായിരുന്നു. 12 വർഷമായിട്ട് നടുവേദന ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്തൊക്കെ പ്രയാസങ്ങളാണ് ബ്രദറിന് ഉണ്ടായിരുന്നത്? ജോലി ചെയ്യാനും എല്ലാം ബുദ്ധിമുട്ടായിരുന്നു, താഴെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇരിക്കാനും നടക്കാനൊക്കെ പ്രയാസമായിരുന്നു. എന്നാൽ 12 വർഷത്തെ നടുവേദന ജോൺ ബ്രദർ അന്ന് ഓൺലൈൻ പ്രാർത്ഥിച്ചതിന് ശേഷം എന്താ സംഭവിച്ചത്? പൂർണ്ണമായി സൗഖ്യമായി. കരമടിച്ച് എല്ലാവരും കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. പരമേശ്വരൻ ബ്രദർ സാക്ഷ്യം പറയുന്നത് 12 വർഷത്തെ നടുവേദന അത്ഭുതകരമായി കർത്താവ് സൗഖ്യമാക്കിയെന്നാണ്. ഒരിക്കൽ കൂടെ കരങ്ങൾ തട്ടി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ആ ദൈവം ഇന്നും ജീവിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും അസാധാരണമായ കാര്യങ്ങൾ ചെയ്യാൻ ദൈവം മതിയായവനാണ്. എന്നാൽ മറ്റൊരു സാക്ഷ്യം കൂടെ ബ്രദർ പറയുന്നത്, തൻ്റെ മകളുടെ വിവാഹം നടക്കുന്നതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 2020 തന്നെ ജോൺ ബ്രദർ അതിനു വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. എന്താണ് അതിനുശേഷം സംഭവിച്ചത് ബ്രദറെ? അപ്പം തന്നെ ബ്രദർ പറഞ്ഞു അസുഖം മാറി, മോളുടെ വിവാഹത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ബ്രദർ പറഞ്ഞു വിവാഹം നല്ല വിവാഹം വരത്തുള്ളൂ, ഇപ്പോൾ വിവാഹത്തിൻ്റെ സമയമാവുന്നിടയിൽ കറക്റ്റായിട്ട് യേശു കൊണ്ടുതരും, അന്ന് നല്ല വിവാഹം നടക്കും, ഇപ്പോൾ ബ്രദർ വിഷമിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നല്ല പരിപൂർണമായി ബ്രദർ പറഞ്ഞ മാതിരി ഇഷ്ടപ്പെട്ടൊരു വിവാഹം വന്നു. നല്ല സുഖമായിട്ട് എൻ്റെ മോള് ഇപ്പോൾ വന്നിട്ട് ദുബായിൽ വർക്ക് ചെയ്യുന്നു, ഹസ്ബൻഡ് ദുബായിൽ തന്നെ വർക്ക് ചെയ്യുന്നു. ആമേൻ. കർത്താവ് വലിയ കാര്യമാണ് ചെയ്തത്. മകൾക്ക് അനുഗ്രഹിക്കപ്പെട്ട തുണയെ ദൈവം നൽകുമെന്ന് ജോൺ ബ്രദർ പറഞ്ഞിരുന്നു. എന്നാൽ അനുഗ്രഹിക്കപ്പെട്ട വിവാഹം മകൾക്ക് നടന്നു. ഇപ്പൊ മകൾ ദുബായിലാണല്ലേ? മകൾക്ക് ജോലിയുണ്ടോ അവിടെ? ജോലിയുണ്ട്. എന്താ ചെയ്യുന്നത്? HR മാനേജറാണ്. അനുഗ്രഹിക്കപ്പെട്ട വിവാഹം നൽകി. ആമേൻ. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. നമ്മുടെ ആഗ്രഹങ്ങളെ നേടിത്തരുന്ന ഒരു നല്ല ദൈവമാണ് നമുക്കുള്ളത്. ബ്രദർ പറഞ്ഞ എന്നെ ഒത്തിരി സന്തോഷിപ്പിച്ച കാര്യം, ബ്രദർ നമ്മുടെ TV പ്രോഗ്രാമുകൾ സ്പോൺസർ ചെയ്യുന്ന ഒരാളാണ് അല്ലേ? അതെ. വർഷങ്ങളായിട്ട് നമ്മുടെ പ്രോഗ്രാം കാണുകയും ചെയ്യുന്നുണ്ട്. എന്നോട് പറഞ്ഞത് 15 വർഷത്തോളമായിട്ട് ബ്രദറിന്റെ മീറ്റിങ്ങുകൾ ശ്രദ്ധിക്കുകയും അതുപോലെ ഓൺലൈനിലും ബ്രദറിനെ, പ്രത്യേകിച്ച് കോവിഡ് സമയത്തൊക്കെ ബ്രദറിനെ ഓൺലൈനിലൂടെ കാണുകയൊക്കെ ചെയ്തിരുന്നു. അതിന്റെ ഫലമായിട്ട് ഒത്തിരി അനുഗ്രഹങ്ങളുണ്ടായി. വീടിന് വലിയ മാറ്റങ്ങളുണ്ടായി. ആമേൻ. കരമടിച്ച് എല്ലാവരും കർത്താവിന് നന്ദി പറയാം. ആ കർത്താവിനെ വിശ്വസിക്കുന്ന, അവൻ്റെ വേലയ്ക്ക് വേണ്ടി മുന്നിലോട്ട് വരുന്ന ഒരു വ്യക്തി പോലും തകർന്നു പോകാൻ ദൈവം ഇടവരുത്തത്തില്ല. നന്മകളാൽ നിറയ്ക്കുന്നൊരു സ്വർഗം നമുക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിലെല്ലാം വലിയ മാറ്റങ്ങൾ ഈ ദിവസങ്ങളിൽ സ്വർഗം ചെയ്യാൻ പോവുകയാണ്. കരങ്ങളെ തട്ടി നമുക്ക് കർത്താവിന് മഹത്വം കൊള്ളും. ദൈവത്തിൻ്റെ പ്രവൃത്തി കൊണ്ട് അവൻ നമ്മളെ നിറച്ചിരിക്കാൻ നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. അവൻ്റെ അത്ഭുതങ്ങൾ കൊണ്ട് അവൻ നമ്മളെ ഓരോ ദിവസം ഉറപ്പിക്കുക. കർത്താവ് പറയുക നമ്മളോട്, ജീവിക്കുന്ന ദൈവത്തെക്കുറിച്ചിട്ട്. അതിനെ അനുഭവിക്കാനായി കഴിയും, അതിനെ അനുഭവിക്കുവാനായി കഴിയും. അതൊരു മിഥ്യയല്ല, ഒരു ധാരണയല്ല, തെറ്റായൊരു പ്രചരണമല്ല. ഇത് അനുഭവിക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതാണ് നമ്മൾ അനുഭവിക്കുന്ന സൗഖ്യങ്ങൾ, അത്ഭുതങ്ങൾ, വിടുതലുകൾ എന്ന് പറയുന്നത്. കർത്താവിൻ്റെ കൃപയിലായിരിക്കാം നമുക്ക് ആശ്രയിക്കാൻ ബലമുള്ളൊരു ഗോപുരമുണ്ട്. ഒരു നിമിഷം കണ്ണുകളെ അടച്ചാട്ടെ. അപ്പോൾ അതിനോടൊപ്പമായിരിക്കുന്ന ഓരോ കുടുംബങ്ങളിലും വലിയ അത്ഭുതങ്ങളുണ്ടാകട്ടെ. അപ്പോൾ ഇവർ കേൾക്കുന്ന ദൈവവചനം, കർത്താവെ, ദൈവവചനത്തിനൊരു സ്വഭാവമുണ്ട്. അതിന് ചിലത് ചെയ്തെടുക്കുവാനായി കഴിയും. അത് വായ്ത്തലയുള്ള വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്. അത് ചിലതിനെ അത് വേർപെടുത്തുന്നതാ, ചിലതിനെ ചെത്തി മിനുക്കുന്നതാ, ചിലതിനെ സൗന്ദര്യമുള്ളതാക്കുന്നതാ. കർത്താവെ, ഇവരുടെ ലൈഫിൽ ആ ദൈവവചനം ചിലത് ചെയ്തുകൊണ്ടിരിക്കട്ടെ. അപ്പാ ഇവരെ ബലമുള്ള ഒന്നാക്കട്ടെ, സൗന്ദര്യമുള്ള ഒന്നാക്കട്ടെ, അപ്പാ ശോഭയുള്ള ഒന്നാക്കട്ടെ. അപ്പാ നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നപ്പാ. ഈ കുടുംബങ്ങളിലെല്ലാം അത് അനുഭവിക്കട്ടെ. അപ്പാ ഈ കുടുംബങ്ങളിലെല്ലാം അത് അനുഭവിക്കട്ടെ. അപ്പാ നിൻ്റെ പ്രവൃത്തിക്കായി നന്ദി പറയുന്ന യേശുവേ, അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നപ്പാ, അവിടുത്തെ പ്രവൃത്തിക്കായി നന്ദി പറയുന്ന കർത്താവേ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഹാലോറോ ഷേഖോലോ ധോറോ ഹാധേരേ ഷേഖോലോ ധോറോ റോ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. എനിക്കൊരു വ്യക്തിയെ കാണാം. ആ വ്യക്തിയുടെ കാലിൽ ഒരു സർജറി കഴിഞ്ഞു. അതിന് സ്കിന്നിന് മേലിലാണ് ആ സർജറി കഴിഞ്ഞ്. സ്കിന്നിലുണ്ടായ ഒരു കാര്യമാണത്. പക്ഷേ ആ മുറിവ് വിചാരിക്കുന്നത് പോലെ ഉണങ്ങുന്നില്ല. സർജറിക്ക് ശേഷം
തൻ്റെ സ്ഥിതി കുറച്ച് പ്രയാസമുള്ള വിധത്തിലാണ് ആയിരിക്കുന്നത്. കർത്താവേ, ആ വ്യക്തി ഇപ്പോൾ മുതൽ ആ സൗഖ്യം അനുഭവിക്കട്ടെ അപ്പാ. ആ വ്യക്തി ഇപ്പോൾ മുതൽ ആ സൗഖ്യം അനുഭവിക്കട്ടെ അപ്പാ. നിൻ്റെ കൃപയ്ക്കായി നന്ദി അപ്പാ. നന്ദി പറയുന്ന കർത്താവേ, നന്ദി പറയുന്ന കർത്താവേ, നന്ദി പറയുന്ന കർത്താവേ. അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നപ്പാ. ഹാലൂറു ഷേഖോലു ധൂറോറോറോ. കർത്താവേ, വലിയ മഹത്വം കൊണ്ട് നിറയട്ടെ അപ്പാ. വലിയ മഹത്വം കൊണ്ട് നിറയട്ടെ അപ്പാ. എനിക്ക് ഒരു വ്യക്തിയെ കാണാം. ആ വ്യക്തി സ്ഥിരമായിട്ട് 2 വീലറിൽ ജോലിക്ക് പോകുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ആ വ്യക്തിയുടെ ലൈഫ് എന്ന് പറയുന്നത് തൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു ഇൻസിഡൻറ്റ് നിമിത്തം തൻ്റെ സ്വഭാവത്തിന് വളരെ മാറ്റമുണ്ടായി. വളരെ ദേഷ്യവും വാശിയുമുള്ളൊരു വ്യക്തിയായിട്ട് താനിപ്പോൾ മാറിയിരിക്കുക. കർത്താവിൻ്റെ സ്നേഹം തൻ്റെ ജീവിതത്തിലുണ്ടായിരിക്കുന്ന ആ മുറിവുകളിൽ നിന്ന് തന്നെ പുറത്തു കൊണ്ടുവരട്ടെ അപ്പാ. ആ വ്യക്തി ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടായിരിക്കുന്നത്. കർത്താവ് ആ വ്യക്തിയോട് ഇടപെടുന്നത് കാണാം. ആ മുറിവുകൾ ഉണങ്ങട്ടെ അപ്പാ. ആ വേദനകൾ ഉണങ്ങട്ടെ അപ്പാ. ആ മുറിവുകൾ ഉണങ്ങട്ടെ അപ്പാ. കർത്താവെ, ആ വ്യക്തിയുടെ ലൈഫ് മേൽക്കുമേൽ സന്തോഷത്തിലേക്ക് വരട്ടെ അപ്പാ. മേൽക്കുമേൽ സമാധാനത്തിലേക്ക് വരട്ടെ അപ്പാ. മേൽക്കുമേൽ സന്തോഷത്തിലേക്ക് വരട്ടെ അപ്പാ. നന്മകൾ കൊണ്ട് നിറയട്ടെ അപ്പാ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. എന്നെ കാണുന്ന കുടുംബങ്ങളിലെല്ലാം അവിടുത്തെ സന്തോഷം അപ്പാ, സമാധാനം അനുഭവിക്കട്ടെ അപ്പാ. ഈ ദിവസങ്ങളിൽ ആ ദൈവപ്രവൃത്തിയുടെ മാനിഫെസ്റ്റേഷൻ ഉണ്ടാകട്ടെ. സ്വർഗീയ പിതാവേ, അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടേനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൻ്റെ സ്നേഹത്തിലും കൃപയിലും നമുക്കായിരിക്കാം. ഗോഡ് ബ്ലെസ് യു.